അനാശാസ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രഭാഷകനും മുജാഹിദ് നേതാവുമായ ശംസുദ്ദീൻ പാലത്ത് അറസ്റ്റിലായി. ഇന്നലെ രാത്രിയോടെ തിരൂർ സിഐ ആർ റാഫിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത്. കൂടുതൽ അന്വേഷണത്തിനായി പ്രതി തിരൂർ സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവം അറിഞ്ഞ് കേസ് ഒതുക്കാൻ മുജാഹിദ് നേതാക്കൾ സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടിയെങ്കിലും മാധ്യമപ്രവർത്തകരും ചാനലുകളും ക്യാമറ കണ്ണുകളും സ്റ്റേഷൻ പരിസരത്ത് എത്തിയതോടെ മുജാഹിദ് മൗലവി നേതാക്കന്മാർ അപ്രത്യക്ഷമാവുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സ്റ്റേഷനിലെ ദൃക്സാക്ഷി മുസ്തഫ കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മുസ്തഫ, കേൾക്കാമല്ലോ? എന്തൊക്കെയാണ് സ്റ്റേഷനിൽ അരങ്ങേറിയ സംഭവങ്ങൾ? എന്തൊക്കെയാണോ വിവരിക്കാമോ? തിരൂർ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ മുജാഹിദ് പണ്ഡിതനും യുവ പ്രാസംഗികനുമായ ശംസുദ്ദീൻ പാലത്ത് നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പരിസര പ്രദേശങ്ങളിൽ ധാരാളം മുജാഹിദ് പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പോലീസ് സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരുപാട് സുന്നി പ്രവർത്തകന്മാരും ഉള്ള സമയത്ത് ധാരാളം പത്രപ്രവർത്തകന്മാരും ചാനലുകളും പരിസര പ്രദേശങ്ങളിൽ ഈ വിഷയം ഉറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ലോക്കപ്പിൽ നിന്ന് മുജാഹിദ് നേതാവ് ശംസുദ്ദീൻ പാലത്തെ പുറത്തുകൊടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പത്രപ്രവർത്തകന്മാരും ചാനലുകളും സിഐയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തുകയും ഈ വിവരങ്ങൾ ഇവിടെ മൊത്തത്തിലുള്ള ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളിലും കഴിഞ്ഞിരിക്കുന്നു. ശ്രീ മുസ്തഫ, എന്താണ് അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം? എന്താണ് സംഭവിച്ചത്? അറസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹം 2008 മുതൽ പ്രവർത്തിക്കുന്ന വളവന്നൂർ അൻസാർ അറബിക് കോളേജ്, കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരെ വാർത്തുവിടുന്ന ഈ സ്ഥാപനമാണ് അൻസാർ അറബിക് കോളേജ്. അൻസാരികളായ പണ്ഡിതന്മാർ ഇറങ്ങുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്. ആ അൻസാർ അറബിക് കോളേജിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ വശീകരിച്ചും കല്യാണ വാഗ്ദാനം നൽകിയും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക വേഴ്ചയ്ക്ക് നടത്തിയതിന് അധ്യാപകൻ ശംസുദ്ദീൻ പാലത്തിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊക്കെ രംഗത്താണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്? ഇദ്ദേഹം പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്, സംഘാടകനാണ്. പുതിയ ജിന്ന വിവാദ വിഷയത്തിൽ ഏറ്റവും പുതിയ താരമായിട്ട് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സ്ഥാപനത്തിലെ എത്ര വിദ്യാർത്ഥികളെയാണ്, ഏതൊക്കെ വിദ്യാർത്ഥികളെയാണ് ഇദ്ദേഹം ഇതിന് പ്രേരിപ്പിച്ചത്? എവിടേക്കാണ് കൊണ്ടുപോയത്? ഇതേ വിഷയത്തിൽ തന്നെ ഇദ്ദേഹത്തെ 1.5 വർഷം മുമ്പ് സ്ഥാപനത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും സമ്മർദ്ദപ്രകാരം ഇദ്ദേഹത്തെ വീണ്ടും ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുകയും ഈ അടുത്ത് തിരൂരടുത്ത് കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇദ്ദേഹം വശീകരിച്ച് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ട്യൂഷന് പേര് പറഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ കോഴിക്കോട്, ഗുരുവായൂര്, പെരിന്തൽമണ്ണ എന്നീ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ലോഡ്ജിൽ കൊണ്ടുപോയി ഇദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു, പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് ഇതേ പ്രശ്നമായി ഈ കുട്ടിയുടെ രക്ഷിതാവ് രംഗത്ത് വന്ന സമയത്ത് നാട്ടുകാരെല്ലാം പറഞ്ഞു, അദ്ദേഹം ലാസ്റ്റ് പ്രവർത്തകന്മാരും സ്ഥാപന മേധാവികളും എല്ലാം താക്കീത് കൊടുത്തു. ഈ വിഷയത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പിന്മാറാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം വീണ്ടും ഈ വിഷയം പ്രത്യക്ഷപ്പെട്ട സമയത്ത് വീണ്ടും രക്ഷിതാക്കൾ രംഗത്ത് വന്ന സമയത്ത് രക്ഷിതാക്കളെ മുജാഹിദ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും കൂടി നിങ്ങൾക്ക് ഈ കുട്ടിയുടെ സഹോദരികൾക്ക് വരെ ഇത് ക്ഷീണമാകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ നിന്ന് പിന്മാറ്റുകയാണുള്ളത്. അവസാന ഘട്ടത്തിൽ ഇത് നിവൃത്തിയില്ലാതെ വന്ന സമയത്താണ് ഈ കേസുമായി രക്ഷിതാക്കൾ സിഐയെയും DSPയെയും എല്ലാം സമീപിച്ചത്. ആരാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? എപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത്? ഇനി എന്തൊക്കെയാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസിന്റെ നീക്കങ്ങൾ?
ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇദ്ദേഹത്തിന്റെ താമസ വീടായ കുറുക്കോളിന വീട്ടിൽ വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്. DSP കെ സലീമിന്റെ നേതൃത്വത്തിൽ ആണ് അറസ്റ്റ് നടന്നത്. കൂടാതെ CI കെ റാഫി, അതുപോലെ SI, ഇങ്ങനെ തിരൂർ സ്റ്റേഷനിലെയും പരിസര പ്രദേശത്ത് നിന്ന് കടുങ്ങാത്തുണ്ട് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെയും SI-മാർ അവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഈ ശംസുദ്ദീനെയും അതുപോലെ ഈ കുട്ടിയെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിട്ട് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഇദ്ദേഹത്തെ കോടതിയിലേക്ക് ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. താങ്കൾ പറയുകയുണ്ടായി കുറെ മുജാഹിദ് നേതാക്കൾ സ്റ്റേഷൻ പരിസരത്ത് എത്തിയിരുന്നുവെന്ന്. എപ്പോഴാണ് അവരെത്തിയത്? എപ്പോഴാണ് അവർ മടങ്ങിയത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഇന്ന് കാലത്ത് തന്നെ സ്റ്റേഷൻ പരിസരത്ത് ഒട്ടനവധി മുജാഹിദ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും എത്തിയിരുന്നു. അവസാനം വാർത്താ പ്രവർത്തക മാധ്യമങ്ങളും ചാനലുകളും വന്ന സമയത്ത് അവർക്ക് അവിടുന്ന് മാറുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തെ എന്ത് വില കൊടുത്തും പുറത്തിറക്കാനുള്ള പത്രമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ്, ചാനലുകൾ വരുന്നതിന് മുമ്പ് എന്ത് വില കൊടുത്തും ഇദ്ദേഹത്തെ പുറത്തിറക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടന്നിരുന്നത്. പക്ഷെ അത് നാട്ടുകാരുടെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നിർബന്ധത്തിന് അവർ വഴങ്ങി അവസാനം അവർ മാറേണ്ടി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടത്. ജിന്നി വിവാദവുമായി ബന്ധപ്പെട്ട് മറ്റ് ചില മുജാഹിദ് നേതാക്കന്മാരുടെ പേരിലും ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? അത് മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് താമസിക്കുന്ന പുത്തനത്താണി അടുത്ത് ചേലൂരിൽ ഇതുപോലത്തെ വലിയൊരു വിഷയമായിക്കൊണ്ട് അവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ വിഷയം പുറത്തുവിടാറായിട്ടില്ല. ഞെട്ടിക്കുന്ന സംഭവമായി ഏതാനും ദിവസങ്ങൾക്കകം അത് പുറത്തു വരുന്നതാണ്. പുത്തനത്താണിയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം ബോർഡുകളും ബാനറുകളും എല്ലാം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. നന്ദി ശ്രീ മുസ്തഫ. വിവരങ്ങൾ നൽകിയതിന് വളരെയേറെ നന്ദി. ശംസുദ്ദീൻ പാലത്തിന്റെ അറസ്റ്റിനെ കുറിച്ച് പോലീസ് വാർത്താ മാധ്യമ ചാനലുകൾക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് വളവന്നൂർ അൻസാർ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ വശീകരിച്ചിട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ അഭ്യർത്ഥന നടത്തി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക വീഴ്ച നടത്തിയതിനാണ് ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്തത്. അധ്യാപകൻ ശരിക്കും അറബിക്കിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം വിവിധ സ്കൂളുകളിൽ PSC വഴി തന്നെ ജോലി ചെയ്ത് വരികയും ഇപ്പോൾ അറബിക് വളവന്നൂർ അൻസാർ കോളേജിൽ ലെക്ചറായി ജോലി ചെയ്ത് വരുന്ന സമയത്തിലാണ് ഈ പരിപാടി ഈ കുറ്റകൃത്യം നടത്തിയത്. അറസ്റ്റ് റിപ്പോർട്ടുമായി പ്രമുഖ പത്രപ്രവർത്തകൻ മുഹമ്മദ് രാമന്തളി നമ്മോടൊപ്പം ചേരുന്നു. അധ്യാപകൻ അറസ്റ്റ്. വളവന്നൂർ അൻസാർ അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ വശീകരിച്ച് കല്യാണ വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക വീഴ്ച നടത്തിയതിന് അധ്യാപകൻ ശംസുദ്ദീൻ PA അഥവാ 38 വയസ്സ്. ഇനി നമുക്ക് ശംസുദ്ദീൻ P എന്ന് പറഞ്ഞാൽ ശംസുദ്ദീൻ പാലത്ത്, സൺ ഓഫ് പരീദ് കുട്ടി ഒടിനില, പറമ്പിൽ PO, ചേവായൂർ, കോഴിക്കോട് എന്നയാളെ 17/9/2012 തിരൂർ കുറുക്കോളിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. പ്രതി അറബിക് MA കഴിഞ്ഞ് UGC ശമ്പളം വാങ്ങുന്ന അധ്യാപകനാണ്. വിവിധ കോളേജുകളിൽ അധ്യാപനം നടത്തിയിരുന്ന പ്രതി 2008 മുതൽ അൻസാർ അറബിക് കോളേജ് വളവന്നൂരിലെ ലെക്ചറായി ജോലി ചെയ്യുന്ന വേളയിലാണ് അവിടെ പഠിക്കുന്ന അവിവാഹിതയായ പെൺകുട്ടിയെ വശീകരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ലൈംഗിക വീഴ്ച നടത്തിയത്. പ്രതി 5 കുട്ടികളുടെ പിതാവാണ്. കുറുക്കോളിനടുത്ത വീട് വെച്ച് താമസിക്കുകയാണ് ഇദ്ദേഹം. തിരൂർ DYSP കെ സലീമിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിച്ചത്. തിരൂർ CI റാഫി, SI ജ്യോതിന്ദർ കുമാർ, സന്തോഷ് കുമാർ, CPO അനൂപ്
പ്രവീൺ എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല ഗുരുവായൂര് പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പ്രതി. പ്രണയം, ബലാത്സംഗം എന്നിവക്ക് പ്രതിയുടെ പേരിൽ കേസെടുക്കുകയും വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. 376 വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുമുണ്ട്. കോഴിക്കോട്, ഗുരുവായൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചതെന്ന്. അതുപോലെ ഈ അടുത്ത ദിവസം മലപ്പുറം ജില്ലയിലെ ചെലൂരിലെ നാട്ടുകാർ പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയ കൂട്ടത്തിൽ അവിടെയും കൊണ്ടുപോയപ്പോൾ ആ നാട്ടുകാർ പിടികൂടുകയും നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് പിടികൂടിയ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ തെളിവുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഗുരുവായൂർ എന്തിനാ കൊണ്ടുപോയെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം തളർന്ന മൂവാറ്റുപുഴ സ്ഥലത്തിൽ തന്നെ നമ്മുടെ മൗലവി ഗുരുവായൂരിന്റെ കഥ പറയുന്നത് കേട്ടിരുന്നു. കായക്കൊടി മൗലവി. അപ്പൊ അങ്ങനെയാണോ ഗുരുവായൂർ കൊണ്ടുപോയെന്ന് അറിയില്ല. ഏതായാലും വാർത്ത ഞാൻ ഈ വായിച്ചതാണ് വാർത്ത. ഒന്നുകൂടി അത് ഞാൻ വീണ്ടും ഇപ്പൊ ചിലപ്പോ പിന്നീട് ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അവർ കൂടി കേൾക്കാൻ വീണ്ടും വാർത്ത ഞാൻ ആവർത്തിക്കുകയാണ്. സുഹൃത്തുക്കൾ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് വൈകുന്നേരവും രാത്രിയും ഒക്കെ ഇത് പ്ലേ ചെയ്തുകൊണ്ട് ഈ വാർത്ത എല്ലാവരും അറിയട്ടെ. ഇത് അനിവാര്യ. നന്ദി ശ്രീരാമന്തളി. പ്രമുഖ മുജാഹിദ് നേതാവും പ്രഭാഷകനുമായ ശംസുദ്ദീൻ മൗലവിയുടെ അറസ്റ്റ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അണിയറകളിൽ നടക്കുന്ന പല സംഭവങ്ങളുടെയും ചുരുളഴിക്കുമെന്നാണ് നൽകുന്ന സൂചനകൾ.